അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങാൻ റെഡി അല്ലേ? എല്ലാരും റെഡി അല്ലേ? റെഡി. ഞാൻ റെഡിയാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിച്ചാലോ? ഇമോട്ടീവ് റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു നമ്മുടെ സ്വന്തം ദിവ്യ ETK. ഇന്ത്യക്കിനാപ്പന്തലിൽ
ഹലോ, എന്തൊരു മുഖത്തൊരു നിരാശയില്ല. നന്നായി പാടാൻ പറ്റിയില്ലേ? കഴിഞ്ഞ ദിവസം കുറെ പ്രാക്ടീസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഒച്ച അടച്ചു പോയി. അപ്പൊ ഈ ലൈറ്റ് ആകുന്ന സമയത്ത് ഉള്ള ശബ്ദം കൂടെ അങ്ങോട്ട് കാറ്റായി മാറി. നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഔസേപ്പച്ചൻ സർ. ദിവ്യ അടിപൊളി സിംഗറാണ് കേട്ടോ. താങ്ക് യു സർ. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു സർ. ഈ പാട്ട് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഭാവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതിന്റെ ഗമകങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും യു ആർ എ വെരി ഗുഡ് സിംഗർ. പക്ഷേ ഇപ്പൊ പറഞ്ഞത് എന്തോ ശബ്ദത്തിന് എന്തോ സ്ട്രെയിൻ ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ അതെന്തായിക്കോട്ടെ. പക്ഷെ ഒരു സ്ഥലത്ത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ അനുപല്ലവിയില് ആ നീ വരില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അത് എന്താണ് പാടുന്നതെന്ന് പറഞ്ഞു തന്നില്ലേ ഇവരെ? അവര് പറഞ്ഞു തന്നു. അപ്പൊ അവരുടെ കുറ്റമല്ല, അവരുടെ കുറ്റമല്ല, എന്റെ കുറ്റം. അത് ഏത് പാട്ടാണെന്ന് മനസ്സിലാവാൻ ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായി. അതെന്താണ് പാടുന്ന നോട്ട്സ് അതേപോലെ തന്നെ ഓർമ്മയിൽ നിന്ന് ഓമനിപ്പോവാന്നുള്ളടത്ത് അതും വരുന്നുണ്ട്. പക്ഷെ പാടി പാടി വന്നപ്പോൾ യു സ്റ്റാർട്ടഡ് കണക്ടിങ് വിത്ത് എ പിച്ച്. അതായത് ലാസ്റ്റ് പല്ലവി പാടിയപ്പോൾ ആ പിച്ചിരിക്കാൻ അങ്ങോട്ട് അടുത്തു. ആൻഡ് ദ വെരി എൻഡ് വെറുതെ മിണ്ടാന്ന ആഡിബായിട്ട് പാടി നിർത്തിയത് വാസ് എക്സലന്റ്. പക്ഷെ ആ ഒരു ഫീൽ ത്രൂ ഔട്ട് കിട്ടിയിരുന്നെങ്കിൽ ദിസ് വിൽ ബി ആൻ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. അതെ, അത് അനുപല്ലവിയിലും ചരണത്തിലും ഈ ഭാഗം വരുമ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ആ കാറ്റ് മാത്രമേ വരുന്നു. അപ്പൊ അത് വരാറായല്ലോ എന്നുള്ള ടെൻഷനിലാണ് അത് പാടുന്നത്. ബട്ട് യു ആർ എ നല്ല ഒരു പ്രോമിസിങ് സിംഗറാണ്. താങ്ക് യു സർ. പന്തലിൽ ആ ഒരു സ്ഥലം എല്ലായിടത്തും എന്റെ ഗുരുനാഥന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ദേവരാജൻ മാഷ്ടേ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അവിടെ ആ വെറുതെ വരുമ്പോഴേ മാത്ര വെറുതെ നനച്ചുപോയി. ഇതും മനോഹരമായിട്ടുള്ള ഗാനമാണ് വിശ്വനാഥന്റെ. കൈതപ്രം വിശ്വനാഥൻ. ഹീസ് നോട്ട് വിത്ത് അസ് നൗ. വെരി ഗുഡ് മ്യൂസിഷ്യൻ. നമ്മുടെ ദാമോദരൻ ചേട്ടൻ നമ്പൂതിരിയുടെ അനിയനാണ്. അദ്ദേഹത്തിന്റെ എഴുത്ത് എല്ലാം അദ്ദേഹം എഴുതുമ്പോ ഒക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ എഴുത്ത്. ഞാൻ എപ്പോഴും പറയും അദ്ദേഹം ഭയങ്കര ഇന്റലക്ച്വലായിട്ട് ഇങ്ങനെ ആലോചിച്ച അങ്ങനെയൊന്നുമില്ല. ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളാണ് അദ്ദേഹം എഴുതുന്നത്. ഹൃദയം തൊട്ട് എഴുതാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഹൃദയം തൊട്ട് ഇന്റലക്ച്വലായിട്ട് എഴുതാൻ പറ്റും, പക്ഷെ അദ്ദേഹം ഹൃദയം തൊട്ടേ എഴുതുള്ളൂ പാട്ട്. ഏത് പാട്ട് ക്ലാസിക്കലായാലും അടിപൊളി പാട്ടാണെങ്കിലും അതിലൊരു ഹൃദയം ഉണ്ടാവും. അപ്പൊ എനിക്കാ അവരുടെ പാട്ട് പാടി നന്നായിരുന്നു. അവർക്കും ദിവ്യക്കും ഓൾ ദി ബെസ്റ്റ്. ദിവ്യ ഇത് സാറ് പറഞ്ഞ പോലെ എവറി ടൈം എന്റെ നിലാപന്തലിൽ വളരെ ഗംഭീരമായിട്ട് പാടി. അത് കഴിഞ്ഞ് ഈ രാജേഷ് അത്യാസാധ്യമായിട്ട് അങ്ങനെ ഫ്ലൂട്ട് വായിച്ച് അങ്ങനെ നമ്മളതിന് ലയിച്ചങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് മോള് തുടങ്ങുമ്പോഴത്തേക്കും പല്ലവി അനുഭവപ്പോഴത്തേക്കും ആ ഒരു ജെർക്ക് ഭയങ്കരമായിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ചിലതെല്ലാം കയ്യിൽ നിന്ന് വിട്ട് പോയി. പക്ഷെ നല്ല ഭാവം കൊടുത്ത് പാടുന്നുണ്ട്. നല്ല ഇനിയിപ്പോ ഞാൻ അധികം ഒന്നും പറയുന്നില്ല, കാരണം ഈ വോയിസ് ഒക്കെ ശരിയാവട്ടെ. ത്യാഗരാജസ്വാമികളുടെ ഹരികാംബോജി ബേസ് ആയതുകൊണ്ട് ഒരു 2 ലൈൻ പാടാൻ എനിക്ക് തോന്നുകയാണ്. രാമനന്നു ബ്രോവരാ രാമനന്നു ബ്രോവരാ രാമനന്നു ബ്രോവരാ രാമാനന്നു ബ്രോവരാ രാമാനന്നു ബ്രോവരാ വേമകോ ലോകാഭേ രാമാനന്നു ബ്രോവരാ വേമകോ ലോകാഭേ രാമാനന്നു ബ്രോവരാ രാമനന്നു ബ്രോവരാ. സെയിം പോണം. എന്താ പറഞ്ഞേ? പിന്നിട്ടൊന്ന്. ദിവ്യ, ഈ പാട്ട് മനോഹരമായ പാട്ടാണ്. സാർ പറഞ്ഞ പോലെ കൈതപ്രം വിശ്വേട്ടൻ
വെരി നൈസ് മ്യൂസിഷ്യനാണ്, വളരെ നല്ല മ്യൂസിഷ്യനാണ്. ഞാനൊരു 4-5 പാട്ട് സാറിന് വേണ്ടി പാടിയിട്ടുണ്ട്. അതെന്തോ മുജന്മ പുണ്യമാണെന്ന് തോന്നുന്നു. കൈതപ്രം ദാമോദർ നമ്പൂതിരി അദ്ദേഹം എഴുതിയ പാട്ടുകൾക്കാണ് കൂടുതലായിട്ട് ഞാൻ വിശ്വട്ടന് പാടിയിരിക്കുന്നത്. ഇവര് രണ്ടുപേരും ഒന്നിക്കുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കര എത്തനിക് ആയിട്ടുള്ളൊരു വൈബ് ഉണ്ടാവും. കാരണം അവർ അങ്ങനത്തെ ഒരു ഗൃഹത്തിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പൊ അവരുടെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇങ്ങനത്തെ പാട്ടുകൾ എഴുതുമ്പോഴത്തേക്ക് ഭയങ്കര സിങ്കാണ് രണ്ടുപേർക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ പാട്ടും ഫ്ലൂട്ടും ഇത് രണ്ടേ ഉള്ളൂ. അതില് രാജേഷ് ചേട്ടൻ കുറച്ച് സൂപ്പർസീഡ് ചെയ്ത് നിന്നു എന്നുള്ളൊരു സംഭവം. രാജേഷ് ചേട്ടന്റെ കുറ്റമാണ് അത് മുഴുവൻ. സൂപ്പർസീഡ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ തലേദിവസം വരെ ഇരുന്നിട്ട് പ്ലീസ് ഇങ്ങനെ തൊണ്ട കീറി പാടരുത്. അടുത്ത ദിവസം തൊണ്ട ഉണ്ടാവില്ല പാടാനായിട്ട്. കാരണം അതിൻ്റെ കൂടെ സ്ട്രെസ്സും കൂടെ വരും, AC വരും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പൊടി എല്ലാം ഉണ്ട്. സോ ഒരുപാട് ഇരുന്ന് പാട്ട് ഇങ്ങനെ കീഴെ പാടി പഠിക്കൂ. അതിൻ്റെ താഴെ ഒക്ടേവ് ഉണ്ടല്ലോ, അതിൽ പാടി പഠിച്ചിട്ട് മേലെ എപ്പോഴും അതിൽ തന്നെ പാടിക്കൊണ്ട്. തൊണ്ട എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് യു കനോട്ട് കീപ്പ്. അല്ലെങ്കിൽ പിന്നെ ബ്രീതിങ് ശരിക്കും പഠിച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ തൊണ്ടേനെ എന്തായാലും ബാധിക്കും. പക്ഷെ നമ്മുടെ പാട്ടുകളിൽ അങ്ങനത്തെ ഒരു ബ്രീതിങ് ടെക്നീക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒരുപാടധികം ഫോൾസെറ്റോസ് ഉള്ളതുകൊണ്ട് സിങ് മിനിമം +12 o'clock ശേഷം ഒരുപാട് ഹൈ എടുത്ത് പാടിയാൽ മതി, ഉച്ചയ്ക്ക് ശേഷം. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സ് ആണ്. ഇനി ഒന്നും കിട്ടിയില്ലേ പോനാൽ പോകട്ടും പോടാ, വരണ്ടത്തിൽ വെച്ച് പാകலாம். അങ്ങനെ വന്നിട്ട് പാടണം. ഇതിപ്പോ അതുമല്ല പേടിയുണ്ട്, അത് പറ്റില്ല. ഏതെങ്കിലും ഒരു സൈഡ് പിടിക്കണം. പേടിയില്ല ഒച്ച പോയതാണ്. ഒച്ച പോയത് മാത്രമേ ഉള്ളൂ. കാരണം ഒച്ചയാണല്ലോ നമ്മുടെ മെയിൻ. പോയതൊരു പേടി അത്രേ ഉള്ളൂ. അല്ല, പുഷ് ചെയ്യാൻ നിൽക്കണ്ട. അടുത്തതിന് ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പിച്ചും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട് എടുത്തോണ്ട് വരിക. മലയൊന്നും ചുമന്നുകൊണ്ട് വരരുത്. ഇപ്പൊ മേലെ പൂമല, സീ ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. മേലെ പൂമല കൊണ്ടൊന്നു, ഐ എം നോട്ട് സെയിങ് ഈസി സോങ് ആണെന്ന്, പക്ഷെ ആ കുട്ടി അത് വളരെയധികം ആസ്വദിച്ച് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മാർക്ക് വീണു. അല്ലാണ്ട് നമുക്ക് വരാത്തൊരു ഇമോഷൻ നമ്മൾ വരുത്തിച്ച് പാടി അങ്ങനെ വേണ്ട. ഒരു കോമ്പറ്റീഷൻ ആവുമ്പോ എല്ലാവർക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വേണ്ടെന്നാ പറയണത്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ആദ്യം മെന്റേഴ്സിന്റെ മാർക്സ് ആണ് നമ്മുടെ ജഡ്ജസിന് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ജഡ്ജസ് ആണ് മാർക്ക് തീരുമാനിക്കേണ്ടത്. 90-ൽ എത്രയാണ് ജഡ്ജസ് 3 പേരും കൂടെ തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം. ടോട്ടൽ 100 മാർക്സിലാണ് ദിവ്യയ്ക്ക് മാർക്സ് ഇടേണ്ടത്. ദിവ്യയ്ക്ക് ഔട്ട് ഓഫ് 100 88.5. 88.5 ആണ് ഔട്ട് ഓഫ് 100. നല്ല മാർക്ക് തന്നെയാണ്. നമുക്ക് ഇനി ഒരു റൗണ്ട് കൂടിയുണ്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി നന്നായി പ്രാക്ടീസ് ചെയ്യാ, നന്നായി പെർഫോം ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച് ദിവ്യ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത റൗണ്ടിലോട്ട് കിടക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് റൗണ്ട് വേണം? ഇമോട്ടീവ് റൗണ്ട് വേണം? കണ്ടസ്റ്റന്റ് അദ്ദേഹം എന്നെ ഏതോ ഭാഗവതരാണോ? ബിനി ചേച്ചിക്ക് പരിചയമുണ്ടോ എവിടെയെങ്കിലും? ക്ലാസിക്കൽ മ്യൂസിക്. ക്ലാസിക്കലാ? ഓണം മൂട് സാരി മൂട് സത്യമൂട് ഓണം മൂട്. സബാഷോ? സബാഷോ? സുഭാഷ്. അങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ. എനിക്ക് ഡൗട്ട്, ഫേസ് ക്ലിയർ ആവുന്നില്ല. സാരി മൂട് സത്യമൂട് ഓണമൂട് സത്യമൂട്. അതെ അതെ, സഞ്ചലൻ. ഓണമൂട് ആര്യമൂട് സത്യമൂട് മൂട്. മറന്നുപോയി. മൂട് ഇത് മനസ്സിലായില്ല. ഇത് മനസ്സിലായില്ല. ഇത് കേരള പാക്കിക്കുരുടെ അനൗൺസ് ആയത്. ഇത് പാട്ടാണെന്ന്. ഇത് പിന്നെ സംഗീത ശാസ്ത്രി. ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതം. ഈ പാട്ട് പക്ഷെ ഞാൻ എവിടെ കേട്ടിട്ട് ഈ മൂട് ഓണം ഓണം മൂട് അതെന്തെങ്കിലും മൂട്. ഇതിങ്ങനെയല്ലല്ലോ പാട്ട്. പിന്നെ ഓണം മൂട് അങ്ങനെയല്ലേ?
ഏത് മൂട് അത്തം മൂട് ആ, അത് ശരി. അതാണ് പാട്ട്. മായാമാളവുള്ള രാഗത്തിലാണല്ലോ ഈ ചഞ്ചലം പാടുന്നത്. അത് പുള്ളി അറിയില്ല. ഇതിന്റെ ഉള്ളിൽ ഈ രാഗം വന്നോ? പറയല്ലേ അതെ, അനാവശ്യ പ്രോത്സാഹനങ്ങൾ കൊടുക്കരുത്. എവിടെ? ഈ പറഞ്ഞ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ മരത്തിൽ എറിഞ്ഞിടും. അത് എന്താണ് സാധനം? മായാമാളവുള്ളയോ? മായാമാളവ ഗൗള, മരത്തിലെറിഞ്ഞ മായാമാളവ ഗൗള രാഗം. ഞാൻ വിചാരിച്ചു മാങ്ങേരെ കാര്യം പറഞ്ഞിരിക്കും. അല്ല, 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 അല്ല. രാഗം, രാഗത്തിന്റെ പേര് സംഭവം എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞുതരാം. ഇത് ഉം. നമ്മളെ ഭാര്യമാരെ സഹായിക്കുന്നു. മീൻ കണ്ടിച്ച് സഹായിക്കും, പിന്നെ കഞ്ഞി വെച്ച് സഹായിക്കും, കറി വെച്ച് സഹായിക്കും. അപ്പോൾ ഇത് അങ്ങനെയല്ല, ആ. ഞാൻ പാട്ട് പാടി സഹായിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ പഠിച്ചിരിക്കുന്നത്. ഞങ്ങള് അപ്പൊ ഭാര്യ. അവൾ എന്തായിരുന്നാലും ഇവിടെ മത്സരിക്കാൻ വരും, ആ, പ്രൈസ് അവൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. അല്ല, ചോദിക്കട്ടെ, ശരി, പാട്ടൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് കേട്ടു. ഈ സ്വരസ്ഥാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അയ്യോ, ആ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൾക്ക് അറിയാന്നുള്ള ആകെ ഒരു സ്ഥാനമേ ഉള്ളൂ, അതേത്? എന്റെ മർമ്മസ്ഥാനം. അതല്ല, സ്വരസ്ഥാനങ്ങൾ, പാട്ടിലെ സ്വരങ്ങൾ. അല്ല ഇപ്പൊ പാടിയില്ലോ, ആ. സാ 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 ഇങ്ങനെ ഇപ്പൊ പാടിയില്ലേ? ശരിക്കും പറഞ്ഞാലേ ആ. ചേച്ചി കാണാനാണ് വന്നത്. ആണോ? അതെ, അതായത് എന്താ പറയാ, ചാടിക്കോ. അതെ അതെ അതെ. അതെ ആ. പെണ്ണുമ്പിള്ള പാടാൻ വരുമ്പോഴേ ആ. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വല്ല ടിപ്സ് വല്ലതും ഉണ്ടോ? ചിപ്സോ? ആ ടിപ്സ് അല്ല, ടിപ്സ്. ഇവിടെ ജഡ്ജസ് എല്ലാവരും വളരെ പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അപ്പൊ ഭാര്യക്ക് ഈ മൃഗയൊക്കെ എടുക്കാൻ അറിയോ? കൊള്ള. മൃഗ മൃഗ ഇവിടെ ഉണ്ട്. ഞാൻ അടുത്ത് കിടക്കുന്നതിനെ സൂക്ഷിച്ചാ കിടക്കുന്നത്. ആ. എന്താ? പ്ലാസ്റ്റിക് എടുത്ത് പുറത്തോടെ ഇട്ടിട്ട് കിടക്കുന്നത്. അതെന്തിനാ? എപ്പോഴാണ് അവള് വൃക്കെ കരളായിരത്തോണ്ട് പോണെന്ന് അറിയാൻ പറ്റും. വൃക്കയല്ല മനുഷ്യ, മൃഗ മൃഗ എന്നൊക്കെ വരില്ലേ? ഇപ്പൊ നേരത്തെ പാടിക്കൊണ്ടൊന്നുമില്ല ആ സാധനം. അവക്ക് എന്തൊരു വൃക്ക, എന്തൊരു കരള്. ചഞ്ചലേ, ഓ, എന്തോ ഗമകം ഗമകം ഉണ്ടോ? ഗമകം. ഗമകം ഉണ്ടോ? ആ, ഉണ്ട്. സംഗതി ഓ, ഉണ്ട്. ഉണ്ടായിരുന്നു. എവിടെ ഉണ്ട്? പിന്നെ ചിറ്റപ്പം വന്ന് ഇനിയിപ്പോ എടുത്തോണ്ട് പോയാന്ന് തോന്നി. അറിഞ്ഞൂടാ, ഞാൻ മൂലയിലിട്ടിരുന്നു. ഒരു ഹിറ്റ് പാട്ട്. ഹിറ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ പുതിയ പാട്ടാണ്. പുതിയ പാട്ട്, അത് കോപ്പിയൊന്നും അല്ലാത്ത പുതിയ പാട്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പാടാൻ, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂസിക് കിട്ടിയെന്ന് ഞാൻ പാടാൻ. ശ്രുതി പറഞ്ഞു കൊടുക്കും. പാടും. ആ, ശ്രുതി വേണോ? ശ്രുതി വേണ്ടേ? എവിടെ നിന്നാണ്? അത് ശ്രുതിയല്ല, അത് ശ്രുതിയല്ല, അത് രഞ്ജിനി. വേണം ശ്രുതി വേണം. ശ്രുതി കൂടെ അടിച്ചിട്ടേ ശരിയാവുള്ളൂ. അപ്പേ ഓണം മൂട് നേരത്തെ വായിച്ചില്ലേ, അതുപോലെ നമുക്ക് ഇനി അടുത്തൊരു സാധനം വായിക്കണം. വായിക്കല്ല. ഗമ പദനി സാനിദ മറിയേരമ്മരാട്ടുകുട്ടി മണി എൻ്റെ അമ്മര സോപ്പ് പെട്ടി ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കൂട്ടം പട്ടി മറിയേരമ്മര ആട്ടുകുട്ടി മണി എൻ്റെ അമ്മര സോപ്പ് പെട്ടി മറിയേരമ്മര ആട്ടുകുട്ടി മണി എൻ്റെ അമ്മര സോപ്പ് പെട്ടി ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കൂട്ടം പട്ടി വിസിലിക്കുട്ടി തേപ്പ് പട്ടി പാട്ടിത്തള്ളര മുറുക്കാൻ പട്ടി വിസിലിക്കുട്ടേപ്പ് പട്ടി പാട്ടിത്തള്ളര മുറുക്കാൻ പട്ടി മറിയരമര 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 മറിയ മറിയരമര 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 മറിയ മറിയരമര 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 ആട്ടുകുട്ടി മണികന്റെ മര സോപ്പ് പട്ടി മറിയന്റെ മര സോപ്പ് പട്ടി. ഈ പാട്ട് ഈ താളല്ലോ. ഇങ്ങനല്ലല്ലേ ഈ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനല്ലല്ലേ ഈ പാട്ട്? ഈ പാട്ട് പാടിയത് സൂപ്പർ ആയത്. നല്ല ശ്രുതിക്ക് താളത്തിനൊക്കെ പാടി. അല്ലാതെ ഈ ഓക്കേ, പാട്ട് ഈ പാട്ട് ഇങ്ങനല്ലത്. വേറെ രീതിയിൽ ഹിറ്റാ. എങ്ങനെ? ഇത് വേറെ സാധനം മറ്റേ അങ്ങനല്ലേ? അത് മറിയേടെ ഞങ്ങളുടെ മേരാ തങ്കച്ചൻ കുട്ടി. പാടിയിട്ടുള്ളത്. ഇതിലുള്ള ചെറുക്കൻ വന്ന് പാടിയത്. ആ, ഞങ്ങളുടെ തങ്കച്ചൻ ചേട്ടൻ. യഥാർത്ഥ പറഞ്ഞ അങ്ങനെയല്ല ഈ പാട്ട്. ഇങ്ങനെയാണ് ഈ പാട്ട്. ഞാൻ പാടിയിട്ട് ഞാൻ ഒന്നുകൂടെ അങ്ങ് പോവാ കേട്ടാ. ആ, ഓക്കേ. മണിയേരം മേരാട്ടുകുട്ടി മണിയന്റെ തോപ്പ് പട്ടി മറിയേരം മേരാട്ടുകുട്ടി മണിയന്റെ സോപ്പ് പട്ടി മറിയേരം മേരാട്ടുകുട്ടി ആട്ടുകുട്ടി ആട്ടുകുട്ടി മറിയേരം മേരാട്ടുകുട്ടി ആട്ടുകുട്ടി ആട്ടുകുട്ടി മറിയേരം മേരാട്ടുകുട്ടി മറിയ എടി മറിയ എടി മറിയ 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 പോടി പുള്ളി അത് പാടി പാടി നമ്മള് original tune മറന്നുപോയി. original പാട്ടൊക്കെ മറന്നുപോയി. അതെ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത റൗണ്ടിലോട്ട് അടുത്ത കടക്കാം. ഇനി കുറച്ച് performance വൈബാണ്. വിന്റേജ് വൈബ് റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു പ്രവീണ. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊൻ ഒരുക്കി വച്ചില്ലേ
കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. കുഹു 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 ഞാനും പാടാം കുയിലേ കൂടെ വരാം. കുഹു കുഹു ഞാനും പാടാം കുയിലേ കൂടെ വരാം. കുറുമ്പു പാട്ടേ കുറുമ്പു പാട്ടേ പറന്നുവോ നീ, നിന്നോട് കൂട്ടില്ല. ഓലേ ഞാലി പോരൂ, ഓലേ ഞാലി പോരൂ, നിനക്കൊരു ഞാലിട്ടു തരാം. ഓലോലം ഞാലിപ്പൂവൻ തേൻ കുടിച്ചു വരാം. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. ഇന്റെ മലർ തോഴികളെ, ഇന്റെ മലർ തോഴികളെ, മുല്ലേ മുക്കൂറ്റി ഇന്റെ ഞാൻ കഥ പറയുമ്പോൾ മൊഴി കേൾക്കാത്തു. തൊട്ടാവാടി നിന്നെ, തൊട്ടാവാടി നിന്നെ എനിക്കിഷ്ടമാണെന്നോ. ആലോലം നിൻ കവിളിൽ ഞാനൊന്നു തൊട്ടോട്ടെ. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. ഹായ്, എങ്ങനെ നന്നായി പാട്ട് പാടിയോ? ആ പാട്ട് പാടിയ എനർജി ഹായിൽ വന്നില്ലല്ലോ. കഴിഞ്ഞ ഹായ്. എനർജി മൊത്തം കഴിഞ്ഞു. കഴിഞ്ഞു പാട്ടിലൂടെ അല്ലെ? ശ്വാസം എല്ലാം അവിടെ കൊടുത്തു. ഓക്കെ, അപ്പൊ ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. രഞ്ജിനി ചേച്ചി, എന്റെ തലയിലാണ്. ശരി, ഓക്കെ. പ്രവീണ, ചേച്ചി വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സോങ് ആണ് അല്ലെ? ചിത്ര ചേച്ചിയുടെ ലാളിത്യം മുഴുവനും നമുക്ക് ഈ പാട്ടിൽ കേൾക്കാം. പ്ലസ് അതിന്റെ അകത്ത് കുറെ ന്യൂആൻസസ് നിർത്തി അതിലൊക്കെ ക്യൂട്ട്നെസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എക്സെപ്റ്റ് ഫോർ 1 or 2 സ്ലിപ്സ് എനിക്ക് തോന്നുന്നു. ബാക്കി അതിന്റെ കംപ്ലീറ്റ് അതിന്റെ ഭാവം കറക്റ്റായിട്ട് അത് പാടി പ്രവീണ. എസ്പെഷ്യലി അനുപല്ലവിയുടെയും ചരണത്തിന്റെ അവസാനം എത്തുന്നത് മനോഹരമായിരുന്നു. അതാ പിച്ച് പെർഫെക്റ്റ്, രണ്ടും ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാ സ്റ്റോപ്സും അത് കഴിഞ്ഞ് എടുക്കുന്നതും ആൻഡ് 1 big hand to the orchestra. അസലായിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളും അവരും ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് ഇതിനൊരു ഭംഗി വരുന്നത്. എനിക്ക് കൂടുതലായിട്ട് ഇതിൽ പറയാനൊന്നുമില്ല. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അപ്പോൾ അത് മാർക്സിലും കാണും. അത്ര. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ആൻഡ് യു ലുക്ക് ലൈക്ക് സമൃദ്ധ സുനിൽ ട്ടോ. എല്ലാരും പറയാറുണ്ടല്ലേ? നല്ല അതേപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തുടങ്ങിയാണ് ആദ്യമായിട്ട്
കേക്ക് ആ സമയത്താണ് രസികൻ സിനിമ ഇറങ്ങുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ. അപ്പൊ തുടങ്ങി എല്ലാവരും പറയും. പക്ഷെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഹസ്ബൻഡിനും ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ എന്നാണ് അത് നന്നായി. ഒന്നില്ല ഇല്ല, സാർ അവന്റെ എന്തോ ഒരു counter ഉണ്ട്. എന്തോ പറയുന്നു. ഇല്ലെന്ന് വേണ്ടെന്ന് Please. അത് അവനെ പോയി കാണാൻ അത് എനിക്ക് ആ വേണ്ടി. വഴിക്കിറങ്ങി പോയി. അവനെ കാണാൻ സൽമാൻ ഖാനെ പോലെ ഉണ്ടെന്ന്. എന്നാര് പറഞ്ഞു? ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു സ്വന്തമായിട്ടാ തരായിരുന്നു. അങ്ങനെ. നാട്ടുകാര് പറയുന്നുണ്ട്, but ഞാൻ ഏതാണ് വിശ്വസിക്കുന്നില്ല. നാട്ടുകാര്? ഒല്ലൂരുള്ള നാട്ടുകാര്. ഒല്ലൂരുള്ള നാട്ടില് ഔസേപ്പച്ചൻ സാർ അതിലുണ്ടോ? സാറ് ഇപ്പൊ തൃശ്ശൂർ ടൗണിലോട്ട് വീട് പറയും. ഡെയിൻ നല്ല സുന്ദരനാ, പക്ഷെ സൽമാൻ ഖാൻ പോലെ ഇല്ല. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അതെ, ശരി. ഔസേപ്പച്ചൻ ഞാൻ സാർ. പിന്നെ പറഞ്ഞുതരാം. നമ്മുടെ ഫ്ലൂട്ട് മനോഹരമായിട്ട്. രാജേഷ് ചേട്ടാ, രാജേഷ് ഇത് ആരെ കമ്പോസ് ചെയ്തിരിക്കണെന്ന് അറിയില്ലേ? നാഷണൽ ഫ്ലൂട്ടിസ്റ്റാണ് രഘുനാഥ് സേത്ത്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ബിറ്റാണിത്. അദ്ദേഹം തന്നെയാണ് വായിച്ചിരിക്കണേന്ന് തോന്നുന്നു കേട്ടോ. ഐ ഡൗട്ട്. അപ്പൊ അത് വളരെ നന്നായി. പിന്നെ നമ്മുടെ പ്രവീണ സർ പ്രവീണ മനോഹരമായിട്ട് പാടി. ഞാൻ Thank you, sir. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, ആസ്വദിച്ചു. സർ. അതായത് ഈ പറഞ്ഞ പോലെ നിർത്തി എടുക്കുന്നു. പിന്നെ ഓരോ കുഹു ആയാൽ പോലും 2 നോട്ടാണത്. ഒരു നോട്ടിൽ നിന്ന് അടുത്ത നോട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരിക്കലും പിടിക്കാനില്ല, അതെ. ശ്രുതി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ കറക്റ്റ് ആ ശ്രുതിയിൽ അത് വന്ന് എത്തിച്ചു. അതൊക്കെ താങ്ക് യു സർ. ദാറ്റ്സ് ആൾ ഗുഡ് പോയിന്റ്സ് ഇൻ ദിസ്. പിന്നെ ആ ഓലയും ഞാലിപ്പോരു നിനക്കൊരു ഊഞ്ഞാലിട്ട് തരാം, അതെന്ത് പറ്റി? അത് എപ്പോ പാടിയാലും ഞാൻ അത് മാത്രം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നിട്ടും അത് ഇവിടെ പ്രാക്ടീസിൽ കിട്ടിയായിരുന്നു. പക്ഷെ അപ്പൊ പ്രാക്ടീസിലെ പോലെ ഒന്ന് പാടി. ഒന്ന് പാടിക്കേ. അതെ, ഓലീഞ്ഞാലി പോരൂ, ഓലീഞ്ഞാലി പോരൂ, നിനക്കൊരു ഞാലിട്ടു തരാം. അവിടെ ഒരു ഒന്നല്ലേ ഒരു അവിടെ ചെറുത് ഊഞ്ഞാലിട്ടു തരാം. ആ നോട്ട് വ്യത്യാസം അല്ലേ? അതുമാണ് ചെറുതും വലുതും വരുന്നുണ്ട്. മനസ്സിലായ? എൻഡ് വാസ് സോ ബ്യൂട്ടിഫുൾ. പക്ഷെ ആ എൻഡിലേക്ക് മുമ്പ് എത്തുന്നതിനുള്ളൊരു സ്ഥലം അതൊന്ന് കൃത്യമായിട്ടൊന്ന് തൊട്ടാവാടി നിന്നെ. ആ അതെ, ഒരേ അനുപല്ലവിലും ചരണത്തിലും ഇതിലും ആ ഒരേ പ്ലേസ് സ്ഥലത്താണ്. ഒരേ സ്ഥലത്താണ്. flat അതിപ്പോ ഇപ്പൊ വന്നിരിക്കുന്നത്. പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ്. അതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കി. തൊട്ടാവാടി നിന്നെ എനിക്കെന്തിഷ്ടമാണെന്നോ, ഇഷ്ടമാണെന്നോ ഇഷ്ടമാണെന്നോ. ആ. അതാ നോട്ടുകള് ശ്രുതി ശുദ്ധം വന്നു കഴിഞ്ഞാൽ. പക്ഷെ ബാക്കിയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊരു ഫീലായിരുന്നു. ബ്യൂട്ടിഫുൾ. താങ്ക് യു ഔസേപ്പച്ചൻ സാർ. പ്രവീണ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, ഇത് തന്നെ. ആ. കാരണം ആ അതേ അനുപല്ലവിലും ചരണത്തിലുള്ള ആ ഒരു ഓലഞ്ഞാലി പോരു തൊട്ടാവാടി നിന്നെ കുറച്ച് നല്ല രീതിയിൽ അതൊന്നൊരു ഫ്ലാറ്റ് ആയിരുന്നു, ഒരു ശ്രുതി ഒന്ന് കീഴെ പോയിരുന്നു. അതുകൊണ്ട് നമുക്ക് എളുപ്പം അത് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു. കാരണം നിങ്ങളോടൊക്കെ ഇങ്ങനെ പറയണില്ല, നമുക്ക് വിഷമമുണ്ടോ, ഇവിടെ ഇരിക്കുന്നോണ്ടാണ്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. പിന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള, ഈ ഡ്രസ്സിന് എന്തോ പ്രത്യേകതയുണ്ടല്ലോ. സെയിം കോസ്റ്റ്യൂമാണ് അത്. അതെ സെയിം അതേപോലത്തെ കോസ്റ്റ്യൂം ചെയ്താണോ? അതേപോലത്തെ സ്റ്റിച്ച് ചെയ്തതാണ്. ഈ പാട്ടാണെന്ന് പറഞ്ഞപ്പോ 70s 80s കോസ്റ്റ്യൂം എല്ലാവരുടെയും തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ അവരെ കാണിച്ചു കൊടുത്തപ്പോ അവർ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ തന്നു. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ അപ്പൊ കിട്ടിയപ്പോ ഞാനും ഞെട്ടിപ്പോയി. എക്സാക്ട് അതുപോലെ തന്നെയാണ്. അപ്പൊ അത്രയും നമ്മുടെ പിള്ളേരെല്ലാരും കൂടെ എത്ര കഷ്ടപ്പെടണുണ്ടല്ലേ. അതെ അതെ. അല്ല, അവര് വളരെ അത് സന്തോഷം, രസമാണ് അത് കാണാൻ നമുക്ക്. അതേപോലെയൊക്കെ വന്ന് ആ ഗെറ്റപ്പ് ഒക്കെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫീലായിരുന്നു കേട്ടോ പ്രവീണ. നല്ല ബാക്കിയെല്ലാം നല്ല ഫീലായിരുന്നു. നമ്മളൊരിക്കലും മറക്കാൻ പറ്റാത്ത ആരണ്യകവും എന്തോരം പ്രാവശ്യം പണ്ടൊക്കെ ഈ ചിത്രഗീതം ഇതൊക്കെ മാത്രമല്ലോ ടിവിയില് എപ്പോഴും വരുന്ന ഒരു പാട്ടായിരുന്നു അത്. അപ്പൊ എനിവേ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ചേച്ചി. ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. നമ്മുടെ മെന്റേഴ്സ് 10ൽ എത്ര മാർക്കാണ് പ്രവീണയ്ക്ക് കൊടുക്കുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചോളൂ. അതിനുശേഷം ജഡ്ജസ് ഔട്ട് ഓഫ് 90 മാർക്ക് ഇടുക. പ്രവീണ, യുവർ മാർക്ക് ഈസ് 91 out of 100. Thank you.
അപ്പൊ പ്രവീണ 100-ൽ 91 ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല മാർക്കാണ്. ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടി ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യാം, നന്നായി പെർഫോം ചെയ്യാം. ഓക്കെ, Okay. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നെക്സ്റ്റ് റൗണ്ട് ഇമോട്ടീവ് റൗണ്ട് ആണ്. ഇമോട്ടീവ് റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു നമ്മുടെ സ്വന്തം രമ്യ അജിത്. ആ
രമ്യ എന്ത് തോന്നി പാടി കഴിഞ്ഞിട്ട്? പാടി കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ആ. കഴിഞ്ഞ തവണ ആ ബലൂണ് പൊട്ടിയതിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇവിടുന്ന്. ഇപ്പൊ പറഞ്ഞോളൂ. പിന്നെ ഫസ്റ്റ് ഇങ്ങനൊരു അവസരം നേരത്തെ ആരോ പറയുന്നത് കേട്ടു, നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഫ്ലവേഴ്സ് ചാനലിന് ആദ്യമായിട്ട് നന്ദി പറയുന്നത്. ഈ ഒരു ഐഡിയ എനിക്ക് അറിയില്ല ആരുടേതാണെന്ന്, പക്ഷെ ആ ഐഡിയ ആരുടേതായാലും ഒത്തിരി നന്ദി, ഒരുപാട് സന്തോഷം. എനിക്കൊക്കെ ഒരു 5-8 വർഷമായി ഞാൻ ഒരു വേദി കിട്ടാൻ വേണ്ടി അല്ലേ? അങ്ങനെ തീരെയില്ല. എന്റെ ഹസ്ബൻഡാണ് എന്റെ ഫുള്ള് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓരോ വരിയും ഇരുത്തി പഠിപ്പിച്ച് കുഞ്ഞിലെ നമുക്ക് എങ്ങനെയാണ് പാരന്റ്സ്, അതുപോലെയാണ് ഇപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡ് പാടോ? ഹസ്ബൻഡ് പാടും. പാടും. Okay. ജഡ്ജ്മെന്റും മാർക്കും കഴിഞ്ഞ അദ്ദേഹത്തിന് 2 വരി. ഓക്കെ, അപ്പൊ വരൂ. രമ്യ, എന്തോ സാർ? ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. ഞാൻ ഇതിന്റെ ഒരു ഹമ്മിങ് കാരണം 2 ദിവസമായി ഉറങ്ങുക. ആ ഹമ്മിങ്ങിൽ വീണു ഞങ്ങളൊക്കെ. ആ ഹമ്മിങ് എന്തൊരു ഹമ്മിങ് ആണത്. എനിക്ക് തോന്നുന്നു 22 കണ്ടസ്റ്റൻസും ആ ഹമ്മിങ് പഠിച്ചിട്ടുണ്ടോ? അത്ര നേരം പാടി പ്രാക്ടീസ്. എല്ലാവർക്കും പാടി കേൾപ്പിച്ചു കൊടുത്തു അല്ലേ? പക്ഷെ ആ ഹമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. മനോഹരമായിരിക്കുന്നു. പിന്നെ മോള് പാടി തുടങ്ങുമ്പോ തന്നെ എനിക്ക് സുജാത ചേച്ചീനെ ഇങ്ങനെ മുമ്പിൽ കാണാം. ആ കൊഞ്ചല്. ഒട്ടും വിട്ടിട്ടില്ല എക്സ്പ്രഷൻസ്. അതൊക്കെയാണ് അതിന്റെ ഒരു ഇത്. പല്ലവി ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. പിന്നെ ഇതിലൊന്നും വേറെ പറയാനില്ല. മോൾക്ക് ഇനിയും നന്നാവാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഇതില് അനുപല്ലവി ചരണത്തിൽ മാത്രം കുറച്ച് ഒന്ന് പിച്ചിലേക്ക് കയറാൻ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. പാടുന്ന പിച്ചൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ പാടും ലൈവ് പാടുമ്പോൾ. പക്ഷെ നമ്മൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവണ്ടേ. ഇപ്പം റെക്കോർഡിങ്ങിനാണെങ്കിൽ നമ്മളത് പെർഫെക്റ്റ് ചെയ്യും കമ്പ്യൂട്ടറിൽ. പക്ഷെ ഇവിടെ അത് പറ്റില്ലല്ലോ. അപ്പം നമ്മൾ വി ഷുഡ് ഗീവ് ദ ബെസ്റ്റ്. അതൊരു ചെറിയ 0.0 മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈ പാട്ടിന് കൊടുക്കേണ്ട എല്ലാ ഭാവങ്ങളും മനോഹരമായിട്ട് പാടി. ഞാൻ ഇങ്ങനെ കേൾക്കണമെന്ന് അത്ര വലിയ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ശരിക്കും ഞങ്ങൾ പാട്ട് പഠിക്കണത് ഒരു 12 മണിക്ക് ശേഷമാണ് പാട്ടൊന്ന് പഠിക്കാനിരിക്കുന്നത്. നമ്മുടെ അമ്മിങ്ങ പാടുന്നത്. ഞാൻ എന്ത് പാടി? അല്ല അമ്മിങ് ഒന്ന് പാടി നോക്കിയതാ. രാത്രി 3 മണിക്കൊക്കെ. ഒരു 3.5 വയസ്സുള്ള ഒരു മോനുണ്ട്. അപ്പം അവൻ ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലത്തതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിലൊന്ന് ഇരിക്കാൻ വേണ്ടി. അപ്പൊ കൊറേ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഊണിലും ഉറക്കത്തിലും എന്ന് നമ്മൾ പറയുന്നത് ഇത്രയും വലിയ ജഡ്ജസിന്റെ മുമ്പിൽ പാടാൻ പറ്റില്ല. ഒത്തിരി സന്തോഷം. പിന്നെ അതുപോലെ ഇവർ രണ്ടുപേരും എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ അറിയാം എനിക്ക് നിങ്ങൾ എത്രത്തോളം ഇഷ്ടമാണെന്ന്. അവരെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ എനിക്കെന്തോ പോലെ. അതെ, പിന്നെ ഒരു പാട്ടുണ്ട് അതുപോലെ. മണക്കില്ല തവളക്ക് പല്ലില്ല തെക്കല് മുസക്ക് 2 പല്ല് ഒരുക്കി തട്ടില്ല ഉപ്പ് മുളകില്ല ഉലകിലെ ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്. അതിന്റെ എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇവര് നിന്ന് എന്റെ പേരൊക്കെ വിളിക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷം. മറ്റേ സലീം കുമാരേട്ടനോടൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതൊരു ഫാനാണ്. എത്ര മണിക്കൂർ എനിക്കൂടെ അറിഞ്ഞൂടാ. അഭിമാനം തോന്നുന്നു. ഞങ്ങൾ അറിയില്ലാത്തൊരു സ്റ്റോറി. എന്റെ പാസ്റ്റ് 7-8 വർഷം മുമ്പ് അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ നിനക്ക് മൊത്തത്തിൽ എത്ര വയസ്സുണ്ട്? ഞാൻ വളരെ യങ് ഏജിൽ വന്നു. ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതാ. അയ്യേ, ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റ്. അപ്പോ ഞാൻ എന്റേത് അവസാനിപ്പിക്കുക. അതിമനോഹരം
ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. രമ്യ, ഒന്നും പറയാനില്ല. ഈ ഒരു പാട്ട് എടുത്തപ്പോഴത്തേക്കും ഞാനും രഞ്ജിനി ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത് നല്ല പിച്ചാണല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. കൊച്ചിനെ ഒന്ന് പിച്ച് ചെയ്യാലോ എന്നൊക്കെ തമാശ. തമാശക്ക് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, കമന്റ്സ് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ പറയാൻ പോന്നെ, മോളെ നിനക്ക് എത്ര പിച്ചുകൾ ഉണ്ടായിരുന്നു, ഒരെണ്ണം നിനക്ക് താത്തോടെ. ഞങ്ങളൊന്ന് പിച്ചിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അല്ല, ആ പിച്ചിനെ കുറിച്ചല്ല പറഞ്ഞു, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പിച്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. പോയി. കോമ്പറ്റീഷൻ ഉണ്ടോ? അതെ മോളെ, നന്നായിട്ട് പാടിയിട്ട് ഒരു ഭാവം, ചേച്ചി കൊടുത്ത ഭാവങ്ങളും എക്സ്ട്രാ ഇനി കുറച്ച് ഭാവങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം രമ്യ ഇട്ടു. വേണമെങ്കിൽ ഇനി നീയും പോരുന്നോ എന്നുള്ളിടത്ത് ഒരു ചെറിയ ഒരു ശ്രുതി പ്രശ്നം വേണമെങ്കിൽ സാറ് പറഞ്ഞതുപോലെ കണ്ണ് കിട്ടാതിരിക്കാൻ പറയാം. സാധാരണ ഹൈ പിച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും സംടൈംസ് അത് കുറച്ച് വല്ലാതെ ചിലരുടെ വോയിസ് ഒക്കെ കുറച്ച് കീ അങ്ങനെയൊക്കെ പോകുന്നത്. മോളുടെ നല്ല രസമായിരുന്നു അത് കേൾക്കാനായിട്ട് രമ്യയുടെ. സോ വേറെ ഒന്നും പറയാനില്ല. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, വണ്ടർഫുൾ. രഞ്ജിനി ചേച്ചി, രമ്യ പാടുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്നിട്ട് ഫസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ടെൻഷൻ തുടങ്ങി. ഇവിടെ ദൈവമേ, കുട്ടി അനുപലവിയും ചരണവും സ്റ്റാർട്ടിങ് അത് ഭയങ്കര ട്രിക്കിയാണ് ആ സാധനം. എനിക്ക് വയ്യ, ഞാൻ ഇനി അത് പഠിച്ചറിഞ്ഞില്ല. അവിടെ ഈ പറഞ്ഞ പോലെ ഈ പാട്ട് ഇറ്റ്സ് നോട്ട് ഈസി ടു സിങ് അറ്റ് ഓൾ. ഇത് രമ്യ അസാധ്യമായിട്ട് പാടിയെന്ന് മാത്രമല്ല, രമ്യയുടെ നോർമൽ പിച്ചിങ് ഇതാണോ? കഴിഞ്ഞത് സി ആയിരുന്നു കഴിഞ്ഞ പാട്ട് പാടിയത്. ഇത് ഡിക്കാണ്. ഓക്കെ. പക്ഷെ വളരെ അനായാസമായിട്ട് പാടി. അതൊന്നും അങ്ങനെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പിച്ചിലാണ് ലൈവായിട്ട് പാടി. ഐ എം കംപ്ലീറ്റ്ലി അമേസ്ഡ് ഇതെങ്ങനെ പാടിയെന്നുള്ളത്. പിന്നെ അൽഫോൻസേട്ടന്റെ പാട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ലിറിക്സ് റൈറ്ററാണ് ഷിബു ചക്രവർത്തി. ശിവചേട്ടൻ ഈസ് എ വെരി ഇന്റഗ്രൽ പാർട്ട് ഇൻ മൈ ലൈഫ്. പ്ലസ് കോറസ് പാടിയ എല്ലാവരും എന്ത് മനോഹരമായിട്ടാണ് കോറസ് പാടിയതിന്റെ ഇടയിൽ കൂടെ. ഇങ്ങനത്തെ ഒരു കോറസ് ആദ്യമായിട്ടാണ് ഞാൻ ഈ പാട്ടിൽ. അതിനെ കുറിച്ചിട്ട് എനിക്കൊന്ന് പറയാനുണ്ട്. ഞങ്ങൾ റെക്കോർഡിങ്ങിന് എപ്പോഴും ആശ്രയിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ കോറസ് ഡിപ്പാർട്ട്മെന്റ്. ഇവരെ പാടിച്ചെടുക്കുന്നതിൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് ബൈറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പതുക്കെ എടുത്ത് പറഞ്ഞു കൊടുത്ത് ഓരോ വരിയായിട്ട് എടുത്തൊക്കെയാണ് അത് ശ്രുതി ചേർക്കുന്നത്. പക്ഷെ ഇവര് എത്ര അനായാസമാണ് അത് പാടുന്നത്. എത്ര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പല ടെക്നിക്കൽ കോർഡ്സ് പ്രോഗ്രഷനൊക്കെ ഉണ്ട് പോകുന്നുണ്ട്. അതെല്ലാം അവർ വളരെ സിമ്പിൾ ആയിട്ട് പാടുന്നു. ഈ പാട്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ കോറസും. ഇത് കോറസിന് വേണ്ടി പുറത്ത് വന്നിട്ടുള്ള ആൾക്കാരല്ലല്ലോ, ഇവിടെ പാടുന്നവരാണ്. ഇവർക്ക് ഓട്ടോ ട്യൂണൊന്നും വേണ്ട, പെർഫെക്റ്റ് പിച്ചിൽ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു വലിയ കൈഡി നിങ്ങൾക്ക് കിട്ടും. പിന്നെ പറയാനായിട്ട് മറന്നുപോയത്, എന്നാൽ ഒട്ടും പറയാതിരിക്കാൻ പറ്റാത്ത ഒരാൾ എന്ന് പറയുന്ന രാജേഷ് ഏട്ടൻ. ഒരു നല്ല കൈയുടെ ഇത് കൊണ്ടുപോകും വീട്ടില്. അതെ, ഈ പാട്ട് തുടങ്ങി അവസാനിക്കണവരെ എല്ലാ ഇന്റർലൂഡിലും ശ്വാസം വിടാൻ സമയം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ രാജേഷിന്റെ ഫ്ലൂട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. രാജേഷേട്ടനെ ഫ്ലൂട്ട് വായിക്കാൻ അകമ്പടി സേവിക്കുന്ന മുമ്പിലിരിക്കുന്നുണ്ട് കേട്ടോ. അവരും കട്ടക്ക് നിൽക്കുന്നുണ്ട്. അതുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആട്ടോ എന്റെ കൂടെയൊക്കെ എപ്പോഴും വരുന്ന അംബരീഷ് പുരി. അസാധ്യ ബേസ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് പാട്ട് കേൾക്കാം. മാർക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാർക്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ്. അന്ന് ശരി, ജഡ്ജസിനെ മാർക്ക് അറിയിക്കൂ. അപ്പൊ മെന്റേഴ്സ് ജഡ്ജസിനെ മാർക്ക് അറിയിച്ചു കഴിഞ്ഞു. ഇനി ജഡ്ജസ് 90 എത്രയാണ് ഇടുന്നതെന്ന് നോക്കാം. രമ്യയുടെ മാർക്ക് 96 ഔട്ട് ഓഫ് 100. താങ്ക് യു. ഗുരുവിന്റെ ഗ്രൂമേഴ്സിന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ടെൻഷൻ ഇച്ചിരി കൂടുതലുള്ള ആളാണ്. അപ്പൊ ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞ് അത്രയും കൂളാക്കി തന്നത് അവരാണ്. പിന്നെ ഓർക്കസ്ട്ര ടീമും. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോ അടുത്ത റൗണ്ട് കഴിഞ്ഞാലും സംസാരിക്കാനുള്ളതാ. അത് ബാക്കി വെച്ചു. അജിത്തേന്റെ ഒരു ഗംഭീര പാട്ട്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാന
നിൻരാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഔസേപ്പച്ചൻ സാർ പറയുന്ന കൈതിരണ്ട സംഗതി ഇതല്ലേ? എന്റെ ഒരു പെറ്റീഷൻ ഉടനെ തന്നെ മ്യൂസിക്കൽ തുടങ്ങണം. തീർച്ചയായിട്ടും ഞാനുണ്ടാവും മുൻപില്. എന്തിന്? ഷോ കഴിഞ്ഞ ഉടനെ അത് തുടങ്ങാം. അയ്യോ വേണ്ട, നമ്മുടെ ക്യാരക്ടർ വരും, മറ്റേ AKH എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാരക്ടർ വരും. വേണ്ട. പേരെന്താണ്? അജിത്ത്. അജിത്ത്. വണ്ടർഫുൾ, താങ്ക് യു. അമേസിംഗ്. അജിത്ത് മറ്റേ അജിത്താണോ? അല്ലല്ലോ. അല്ല, ആ അജിത്ത് അല്ലല്ലോ. അല്ലല്ല, മറ്റേ ഗന്ധർവ സംഗീതി പാടിയ അജിത്ത് അല്ലല്ലോ. പണ്ട് ഞാൻ ഗന്ധർവ ഉണ്ടായിരുന്നു ചെറുതിലെ. അല്ലല്ല, ആ അജിത്ത് അല്ല, അത് അജിത്ത് കൈലാസ്. ഗന്ധർവ സംഗീതത്തിൽ ചെറുതിൽ പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വേറെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഒരു കഥ ഇതിന്റെ ബാക്കിലുണ്ട്. നമ്മളിങ്ങനെ അടുത്ത എപ്പിസോഡിലേക്ക് പറയാൻ ബാക്കിയുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. കിട്ടി. ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ഇതുപോലെ അന്ന് റിയാലിറ്റി ഷോ ഇല്ല, കോമ്പറ്റീഷനിലൂടെയാണ് ഞാനും എന്റെ ഹസ്ബൻഡും രണ്ടുപേരും ഫസ്റ്റ്, മെയിലിൽ ഫസ്റ്റ്. പറ അങ്ങനെ എന്തെങ്കിലും. അല്ല, ഇത് സത്യം. അതുകൊണ്ട് ഇങ്ങനെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു കഥ അടുത്ത പ്രാവശ്യം പറയാം. അടുത്ത പ്രാവശ്യം സർപ്രൈസ് പ്രേക്ഷകരെ അടുത്ത എപ്പിസോഡിനായി കാത്തിരുന്നോളൂ. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ മതി. ഞങ്ങൾക്ക് കേൾക്കണം. എനിക്ക് ആഗ്രഹം. താങ്കളല്ലേ സൗണ്ട് എഞ്ചിനീയർ അജിത്ത്? അതെ. ഓർമ്മിപ്പിച്ചപ്പോഴാണ് സൗണ്ട് എഞ്ചിനീയർ അജിത്ത് ഇങ്ങനെ പാടുന്നു. അപ്പൊ പാട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോ എങ്ങനെ ഇരിക്കും? നമ്മള് പാടുമ്പോ അജിത്ത് ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറുടെ വീട്ടിലാണ് സ്റ്റുഡിയോ. ഇതും പറഞ്ഞിരുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ മാർക്സ് അറിഞ്ഞു. 96 നല്ല മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അടുത്ത റൗണ്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. നിങ്ങളുടെ കഥ പറയാനും തയ്യാറായിക്കോളും. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മ്യൂസിക്കൽ വൈഫ് ഇതല്ലേ വൈബ്? ഒരു വൈബ് റൗണ്ട് വേണല്ലോ. വേണം. ഒരു വിന്റേജ് വൈബ് റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. അതെ, അപ്പൊ ഒരു നല്ല വൈബ് ഗാനവുമായി ഇവിടെ കടന്നു വരുന്നു നമ്മുടെ സ്വന്തം ശിവപ്രിയ. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ
ഇവിടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാണ്. അത് കലക്കി. ആ കയ്യൊന്ന് തന്നേ ആദ്യം തന്നെ. എനിക്ക് വേണം ഒരു ഷേക്കറ്റ്. ഓക്കെ. ഹലോ, നിന്നുകൊണ്ട് തന്നെ പറയാം. നിങ്ങളോടല്ല, ഓക്കെ സാർ. എന്റെ ഒരു സുഹൃത്തിനോട് പറയാനുണ്ട്. ആ, എടാ ജോൺസാ, അയ്യോടാ. നീ കേട്ടോ ഈ പാട്ട്? സാധാരണ എല്ലാവരും മെയിൽ സോങ് ആയിട്ടാണ് ഇത് കേൾക്കാറ്. ഞാൻ ആദ്യമായിട്ടാണ് ഫീമെയിൽ സോങ് ആയിട്ട് സ്റ്റേജിൽ പാടി കേൾക്കുന്നത്. സിംപ്ലി സൂപ്പർ, ദ ബെസ്റ്റ് റെൻഡർ. യു ഷുഡ് താങ്ക് ജോൺസൺ. ജോൺസൺ മാസ്റ്റർക്ക് താങ്ക്സ് പറയണം. ചക്കരെ ഒന്നും പറയാനില്ലടാ, വേറെ ഒന്നും പറയാൻ. ഒരുപാട് ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറച്ചതിനും ആ ഒരു നിമിഷത്തില് ഇത്രയും നമ്മളെ ആഹ്ലാദം ആക്കിയതിനും ഒരുപാട് താങ്ക് യു. പിന്നെ ജോൺസൺ മാഷെ കോടാനുകൂടി നമസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ കാലം. ഗോഡ് ബ്ലസ് യു. ഞാനിവിടെ നിന്നോണ്ട് പറയട്ടെ, ജോൺസൺ മാസ്റ്റർ ഏത് പാട്ട് പാടുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സാന്നിധ്യം ഇന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുണ്ടായിരുന്നു, ആ പ്രസൻസ്. യു ഹാഡ് അമേസിംഗ് ഫിനിഷിംഗ്. ഒരു രക്ഷയിൽ ഓരോ വാക്കിന്റെ അവസാനം മോഹം എന്നൊക്കെ പറയുമ്പോ സാർ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഇരുന്നിട്ടില്ല. അല്ല, സാധാരണ ഒരു പാട്ട് പാടി വരുമ്പോഴതിന്റെ എൻഡിങ് ചിലപ്പോ എല്ലാരും വിടാറുണ്ട്. ഇത് ഈ കുട്ടിയുടെ എൻഡിങ്ങിന് കൊടുക്കണം നമ്മൾക്ക് 2 പൊന്തൂവൽ. Very ending, finishing, super. So thank you Mufida and Radhika for the excellent grooming. Okay, bye. നമുക്കില്ലേ നല്ലത് ചെയ്ത് ഒരാളെ കലയിലൂടെ കരയിപ്പിക്കാൻ പറ്റുക നമ്മൾ ഓവർവെൽംഡ് ആവുന്നതാണ്. അതൊരു വലിയൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എപ്പോഴും ഒന്നും സംഭവിക്കില്ല. സാർ ശരിക്കും ജോൺസൺ മാഷിനോട് സംസാരിച്ചപ്പോ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. നമ്മൾ ഭയങ്കര അല്ല, അത് ആരോടെ പറയേണ്ടത്? എനിക്ക് അതല്ലേ പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഏറ്റവും ഇതിൽ സന്തോഷിക്കുന്ന ഒരാള് ജോൺസൺ ആയിരിക്കും. തീർച്ചയായിട്ടും. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് എല്ലാവർക്കും പെർഫോമൻസ് നടത്തി എന്താ പറയാ, പെർഫോം ചെയ്ത് ജഡ്ജസ് ഓവർവെൽംഡ് ആയിട്ടുണ്ടെങ്കിൽ അതെ, ദാറ്റ് ഈസ് യുവർ സക്സസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ പെർഫോമൻസുകളിലൊന്നും നമ്മുടെ ജഡ്ജസ് ഇത്രയും ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇത്രയും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു മികച്ച അഭിപ്രായമാണ് ജഡ്ജസിന്റെ ഭാഗത്ത് നിന്ന് വലിയ കൈയടി. ഓക്കെ, അപ്പൊ നമുക്കിനി കൂടുതൽ ജഡ്ജ്മെന്റ് ഒന്നും വേണ്ട, മാർക്സിലോട്ട് കിടക്കാം. എനിക്ക് വേറെ ഈ എക്സലന്റ് അമേസിംഗ് ഇതൊക്കെ ഇല്ലാതുകൊണ്ട് ഞാൻ തന്നെ എന്റെ ഒരു ഭാഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കാനുള്ളതാ. അതാണ് ബ്ലൂമന്തിങ് ഗബ്ലാഡ്ജികം. ഓക്കെ, അപ്പൊ ഈ വാക്ക് കിട്ടാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിക്കോളൂ കേട്ടോ. ആരെ ഗബ്ലാഡ്ജികം കിട്ടണേ നോക്കാം. അല്ല, ആൾക്ക് എന്തോ പറയാനുണ്ട്. നമ്മൾ ഇതുവരെ ഞാൻ ഇത്രയും വയസ്സായല്ലോ, വയസ്സായി പോയിന്നല്ല, 30s ഒക്കെ ആയല്ലോ. അപ്പോ ഞാൻ ആക്ച്വലി ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്കൊരു ഗുരു ഉണ്ട്, പാർവതിപുരം പത്മനാഭ പയ്യർ. വളരെ ചെറുപ്പത്തില് 1 വർഷം അടുപ്പിച്ച് പോലും ഞാൻ പാട്ട് പഠിക്കാൻ പോയില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തിനോട് അതിരകവിഞ്ഞ സ്നേഹമാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് 20 വർഷത്തിന് മുന്നേ ഞാൻ പാട്ട് പഠിച്ചത്. അപ്പം ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പുള്ളിയെടുത്ത് ഞാൻ ബ്ലെസ്സിങ്സ് വാങ്ങി ഞാനിങ്ങനെ പോവാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് 2 പേരാണ് എന്റെ ഗ്രൂമേഴ്സാണ് ഇപ്പൊ എന്റെ ഗുരുക്കന്മാര്. അവര് തന്നെയാണ്. എനിക്ക് ഒന്നും അറിഞ്ഞൂടെ, എങ്ങനെ പാടണമെന്ന് പോലും, എനിക്ക് എവിടെ ചെല്ലണം, എനിക്ക് രാഗങ്ങളുടെ പേര് പോലും അറിയില്ല. ഇവര് പറഞ്ഞു തരുന്നത് മാത്രമാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരടുത്ത് എനിക്ക് ബിഗ് താങ്ക്സ് ഉണ്ട്. മോളെ, അസാധ്യമായിട്ട് പാടാൻ ഇതൊന്നും അറിഞ്ഞിരിക്കണം എന്നില്ല. ഇത് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു വൈറ്റമിൻ പോലെയാണ്
വരുന്നത്. അതുകൊണ്ട് എനിക്ക് പാട്ട് വിശ്വസിക്കാൻ പഠിച്ചില്ല എന്നൊന്നും പറ്റുന്നില്ല. വിചാരിക്കണ്ട കേട്ടോ. എന്തി പറയണേ, ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല പാട്ട് അപ്പൊ പഠിച്ചില്ല. ഞങ്ങള് മാർക്കിലേക്ക് കിടക്കട്ടെ. ആ തീർച്ചയായിട്ടും. ആദ്യം നമ്മുടെ മെന്റേഴ്സിന്റെ മാർക്ക് ജഡ്ജസിനെ കാണിക്കാം. അതിനുശേഷം ആരാ Judges പറയാൻ പോണെ? മാർക്ക് പറയും. എനിക്ക് പറയണം. ഓക്കെ. മൂന്ന് പേർക്കും പറയണം. മൂന്ന് പേർക്കും. എന്നാ Okay. 3 പേര് ഒരുമിച്ച് മാർക്സ് പറയുന്നു. 1, 2, 3, 4. 99. Highest score ആണ്. Highest. 99 നേടിയിരിക്കുകയാണ്. 1 മാർക്ക് ഹാൻഡ് റൈറ്റിംഗ്. അതെ. ഒരൊറ്റ മാർക്ക്, ഒറ്റ മാർക്ക് മാത്രമാണ് നമുക്ക് അത് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഒരു മോട്ടിവേഷൻ. അത്രേ ഉള്ളൂ. പല സബ്ജക്ട്സിന് 100 കിട്ടാറില്ല. തേടി ചിറകേറി പോയിടാം മധുരമൂറും ചിരിയാലെ നീ Contestants അടക്കം happy ഇതാണ് ആയി. ഞങ്ങളുടെ കുടുംബം കേട്ടോ പ്രേക്ഷകരെ. നിങ്ങളൊക്കെ മനസ്സിലാക്കോ. ഞങ്ങൾക്ക് ഇവിടെ യാതൊരു എല്ലാവരും തമ്മിലുള്ള ആ സ്നേഹം എന്നും ഇങ്ങനെ ഇരിക്കട്ടെ. ഓ ഞാനാ സ്പിരിറ്റ് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതാ. ഞാൻ സാറിന്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ചോട്ടെ. ആ പിന്നെന്താ പിന്നെന്താ? സാറിന്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിക്കണം എന്ന് ആഗ്രഹം. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ അഴകിൻ പവിഴം പൊഴിയും. ഈ അനുഗ്രഹം മേലെന്ന് ജോൺസൺ തരുന്നതാണെന്ന് വിചാരിച്ചോളൂ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. ദേവാംഗണങ്ങൾ ഗംഭീരായി. ഇതേപോലെ ഒരു പെർഫോമൻസ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. പെർഫോം ചെയ്ത എല്ലാരും ഇമോഷണൽ അതെ, ആക്കി. നമ്മുടെ ഫുൾ കണ്ടസ്റ്റൻസ് വേദിയിൽ വന്നു. അതെ, അപ്പോ ജഡ്ജസ് വന്നു. അതെ, ഇത് judges എന്തൊക്കെയെന്ന് എണീറ്റ് പറഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പൊ ബാക്കിയുള്ളവരും ഒരാളുടെ വിജയത്തിൽ ഇത്രയധികം സന്തോഷിക്കുമ്പോ എന്താ പറയാ, ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് നമുക്ക് നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ഈ വേദിയിൽ നമുക്ക് കാണാൻ പറ്റൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും ഇതേപോലുള്ള പെർഫോമൻസുകൾ നടത്താം കേട്ടോ. അടുത്ത പെർഫോമൻസും ഇതേപോലെ തന്നെ ഗംഭീരാക്കണം കേട്ടോ. ഓക്കെ, സ്ട്രെസ് പോലെ വരട്ടെ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, All the best. ബൈ ബൈ ശിവപ്രിയ. താങ്ക് യു. അങ്ങനെ മ്യൂസിക്കൽ വൈഫിന്റെ ഇന്നത്തെ വൈബ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷെ നമ്മൾ നാളെ വരും. ഇനി നാളെയും കുറച്ച് പാട്ടുകൾ കേൾക്കാനുണ്ട്. അതെ, അപ്പൊ 2 റൗണ്ടുകളായിട്ടാണ് ഇപ്പൊ വാശിയുടെ പോരാട്ടം നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. മ്യൂസിക്കൽ വൈഫ്, ഇതല്ലേ വൈബ്.